ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഓസ്ട്രിയയെ കുറിച്ചുള്ളൊരു വീഡിയോ നേരത്തെ ഞാൻ അവതരിപ്പിച്ചിരുന്നു. അത് മാസ്റ്റർ സ്റ്റഡീസിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ വളരെ നല്ലൊരു ഓപ്ഷൻ, അതായത് 12ാം ക്ലാസ് ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വളരെ നല്ലൊരു അവസരമാണ് ഓസ്ട്രിയ ഓഫർ ചെയ്യുന്നത്. ബാച്ചിലർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, ഡിഗ്രി പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ്. കാരണം ഞാനത് നിങ്ങളെ ജർമ്മനിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളും ഓസ്ട്രിയയുടെ കാര്യങ്ങളും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇതൊരു സുവർണ അവസരമാണ്. പക്ഷേ ഓസ്ട്രിയക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളവർക്ക്, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. നിങ്ങൾക്കറിയാം, ഓസ്ട്രിയയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. ക്രൈം റേറ്റ്സ് തീരെ കുറവാണ്. പഠിക്കാനുള്ള അവസരങ്ങൾ ഇംഗ്ലീഷിലും ജർമ്മനിലും പഠിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് 12th സ്റ്റാൻഡേർഡ് ഇവിടെ കഴിഞ്ഞ് പോകുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞത്രേ ഉള്ളൂ. ജർമ്മനിയിൽ നമുക്ക് ഇവിടുത്തെ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 13th ഇയർ അവിടെ പഠിക്കണം. അതിന് നമ്മൾ സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറയുക. ഈ സ്റ്റുഡിയൻ കൊളീഗിന് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് നമുക്ക് B2 എക്സാം ജർമ്മനിൽ എഴുതിയിട്ട് വേണം പോകാനായിട്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ഈ B2 എക്സാമിന് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് സ്റ്റുഡിയൻ കൊളീഗിന് കയറണമെങ്കിൽ അവിടെ എല്ലായിടത്തും എല്ലാ യൂണിവേഴ്സിറ്റീസും അപ്ലൈഡ് സയൻസസും ഒക്കെ എൻട്രൻസ് എക്സാംസ് നടത്തും. ആ എൻട്രൻസ് എക്സാമിൽ പാസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെലക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇത് കഴിഞ്ഞ് 2 സെമസ്റ്റേഴ്സ് നമുക്കത് ചെയ്യണം. ഫസ്റ്റ് സെമസ്റ്റർ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും, സെക്കൻഡ് സെമസ്റ്റർ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. ഈ 2 സെമസ്റ്റേഴ്സിന്റെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് സ്റ്റുഡിയൻ കൊളീഗിൽ നമുക്ക് നല്ല മാർക്കുണ്ടോ എന്ന് തീരുമാനിക്കുക. എന്നിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പഠനത്തിന് അപ്ലൈ ചെയ്യാനായിട്ട്. അതേസമയം ഓസ്ട്രിയ നമുക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ഓസ്ട്രിയയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാച്ചിലർ സ്റ്റഡീസ് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യയിൽ 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 12ാം ക്ലാസ് കഴിഞ്ഞത് വെച്ച് നമുക്ക് അപേക്ഷിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. കാരണം നമുക്ക് ജർമ്മൻ പഠിക്കണം. ഓസ്ട്രിയയിൽ നമുക്ക് ജർമ്മൻ ഭാഷയിലും ബാച്ചിലർ ഡിഗ്രി ചെയ്യാം, ഇംഗ്ലീഷ് ഭാഷയിലും ബാച്ചിലർ ഡിഗ്രി ചെയ്യാം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ബാച്ചിലർ ഡിഗ്രി ചെയ്യണമെങ്കിൽ, ജർമ്മൻ ഭാഷയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ 12ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ 12ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാവുന്നതുള്ളൂ. അപ്പൊ അപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് മറ്റേത് യൂണിവേഴ്സിറ്റി ജർമ്മനിയിൽ ഉള്ളതുപോലെ ഓസ്ട്രിയയിലെ ബാച്ചിലർ സ്റ്റഡീസിനൊന്നും ഫീസില്ല. ആകെയുള്ളത് ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആണ്. അത് ഞാൻ എന്റെ മാസ്റ്റർ സ്റ്റഡീസിന്റെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആണെങ്കിൽ ഒരു 350 യൂറോ പെർ സെമസ്റ്റർ ഉണ്ടാകും. മറ്റേ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്കൊരു 750 യൂറോയുടെ അടുത്ത് നമുക്ക് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ഉണ്ടാകും. അതല്ലാതെ ഒരു ഫീസ് പോലും നമുക്കില്ല. പക്ഷെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അപേക്ഷിച്ച് നമുക്ക് അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയും. അതായത് നമ്മൾ ചില സപ്ലിമെന്ററി എക്സാംസ് എടുക്കണം. നമുക്ക് ഇപ്പോൾ ജർമ്മനിയിൽ നമ്മൾ സ്റ്റുഡിയൻ കൊളീഗ് എന്ന് പറഞ്ഞ് 1 വർഷത്തേക്ക് നമ്മൾ പോയി അവിടെ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതി അഡ്മിഷൻ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നീട് പ്രൈവറ്റ് സ്റ്റുഡിയൻ കൊളീഗിൽ ഫീസ് കൊടുത്ത് പോകേണ്ടതൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മൾ അപേക്ഷിച്ച് നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അവർ നമ്മോട് പറയും നമ്മൾ ചില എക്വിവലൻസി സബ്ജക്ട്സ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് ചില സപ്ലിമെന്ററി എക്സാംസ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഒന്നുകിൽ നമ്മുടെ കോഴ്സിന്റെ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ അത് പൂർത്തീകരിക്കണമെന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അത് പൂർത്തീകരിച്ചാൽ മതി. അതിന്റെ കൂടെ നമുക്ക് ജർമ്മൻ തീർച്ചയായിട്ടും നമുക്ക് വേണം, നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ. പക്ഷെ അതേക്കാളുപരി അഡ്മിഷന്റെ കാര്യത്തിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ആ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ച് നമ്മുടെ വിസയുടെ കാര്യങ്ങൾ മറ്റെല്ലാം പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ചെന്നിട്ട് 1 സെമസ്റ്റർ കൊണ്ടോ 2 സെമസ്റ്റർ കൊണ്ടോ അതിന്റെ ഇടയ്ക്ക് അത് പൂർത്തീകരിച്ചാൽ മതി. പക്ഷെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ജർമ്മനിയിൽ നമ്മൾ സ്റ്റുഡിയൻ കൊളീഗിന് പോകുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റുഡിയൻ കൊളീഗ് ചെയ്യുന്ന അവസരത്തിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് ID ഉണ്ടാകത്തില്ല. നമുക്ക് വിസ ഉണ്ടാകും, പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് ID ആയിരിക്കില്ല. സ്റ്റുഡിയൻ കൊളീഗ് ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റുഡിയൻ കൊളീഗ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഓസ്ട്രിയയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റുഡിയൻ കൊളീഗ് ചെയ്യാൻ പോകുന്ന അവസരം തന്നെ നമുക്ക് അവിടുത്തെ ഒരു സ്റ്റുഡന്റ് ID ഉണ്ടാകും. ആ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് ID ഉണ്ടാകും. നമുക്ക് ആ സ്റ്റുഡന്റ് ID ഉപയോഗിച്ച് അവിടെ താമസിക്കാം. ആകെയുള്ളത് നമ്മളൊരു നോൺ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളൂ. പക്ഷെ നമുക്ക് സ്റ്റുഡന്റ് ID ഉണ്ടാകും. അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ജർമ്മനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രിയക്ക് നമ്മൾ ബാച്ചിലർ സ്റ്റഡീസിന് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ ഒന്നാണ്. അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിപ്പോൾ ബാച്ചിലർ സ്റ്റഡീസിനെ കുറിച്ചാണ് എന്റെ ഈ വീഡിയോ. ഇനി ഇത് കഴിഞ്ഞാൽ മറ്റു പല പ്രോഗ്രാംസ് ഓസ്ട്രിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പൊ ഞാൻ ഇതിൽ ബാച്ചിലർ സ്റ്റഡീസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യമാണ്. 2, നമുക്ക് ഫീസ് ഇല്ല, സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ജർമ്മൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ മാസ്റ്റർ സ്റ്റഡീസിന്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു B1 ലെവലെങ്കിലും ഇവിടുന്ന് പഠിച്ചിട്ട് പോകാം. അതിനുള്ള സമയം കിട്ടും. നമുക്ക് അപേക്ഷിച്ച് ഈ ഓസ്ട്രിയക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു
പ്രോസസ്സ് എന്ന് പറഞ്ഞ ഒരു ലോങ് പ്രോസസ്സാണ്. ബാച്ചലർ സ്റ്റഡീസിനാണെങ്കിലും മാസ്റ്റർ സ്റ്റഡീസിനാണെങ്കിലും ബാച്ചലർ സ്റ്റഡീസ് നമ്മൾ കുറച്ചുകൂടി പ്രോസസ്സ് കാണണം. കാരണം ചിലപ്പോഴൊക്കെ ചില യൂണിവേഴ്സിറ്റീസ് നമ്മളോട് ഒരു എൻട്രൻസ് എക്സാം ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ ചില യൂണിവേഴ്സിറ്റീസിന് നമ്മൾ അവിടെ ചെന്ന് എൻട്രൻസ് എക്സാം ചെയ്യേണ്ടി വരും. ചില യൂണിവേഴ്സിറ്റീസിന് നമ്മൾ ഓൺലൈൻ ആയിരിക്കും, ചിലയിടത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ബാച്ചലർ സ്റ്റഡീസിന് പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതേക്കാൾ ഉപരി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റുഡന്റ് ഐഡിയയിൽ അവിടെ നിൽക്കാൻ സാധിക്കും. നമ്മൾ ജർമ്മനിയിലേതുപോലെ ഇനി ഇവിടെ കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അപ്പുറത്ത് പോകണോ, അല്ലെങ്കിൽ ഇനി ഞാൻ തിരിച്ചു വരേണ്ടി വരുമോ, ഈ പറഞ്ഞ ഒരു കാര്യവും നമുക്ക് ഇങ്ങനെ നോക്കേണ്ടതില്ല. നമ്മൾ ആ സപ്ലിമെന്ററി എക്സാംസ് പാസ്സാവുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ബാച്ചലർ സ്റ്റഡീസിന് നമ്മൾ ഓസ്ട്രിയക്ക് പോകുമ്പോൾ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചലർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് 1 year സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പൊ ആ സ്റ്റേ ബാക്കിന്റെ പീരീഡിൽ നമുക്ക് ജോബ് സെർച്ച് ചെയ്ത് കണ്ടെത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല ഫർദർ സ്റ്റഡീസിന് പോകണമെങ്കിൽ ഫർദർ സ്റ്റഡീസിന് പോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കുള്ളത് പാർട്ട് ടൈം ജോബിന്റെ കാര്യമാണ്. ഈ പാർട്ട് ടൈം ജോബ് 20 hours per week ആണ്. അപ്പൊ നമ്മൾ അതിന് വെറുതെ നമുക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം ഉള്ളതുകൊണ്ട് കിട്ടത്തില്ല. അപ്പൊ ഇവിടെ നമ്മള് ഈ ഇംഗ്ലീഷ് പഠനത്തിനാണ് ഓസ്ട്രിയക്ക് പോകുന്നതെങ്കിൽ ഇവിടെ IELTS എഴുതിയിട്ട് വേണം നമുക്ക് അതിന് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വേറെ ചില ഓപ്ഷൻസ് ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. എങ്കിൽ പോലും ഇംഗ്ലീഷിന്റെ പ്രാവീണ്യം നമ്മൾ തെളിയിച്ചിരിക്കണം. പക്ഷേ ഇംഗ്ലീഷ് പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജർമ്മൻ പഠിച്ചിരിക്കണം. അപ്പൊ ഒരു ജർമ്മന്റെ ഒരു B1 ലെവൽ വരെ ഇവിടെ പഠിച്ചിട്ട് പോകാൻ സാധിച്ചാൽ ഉറപ്പാണ് അവിടെ ചെന്ന് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും. പഠനം കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയുടെ സാധ്യതകൾ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഡിഫറെന്റ് പ്രോഗ്രാംസ് ഓരോ യൂണിവേഴ്സിറ്റീസ്, നമുക്കിപ്പോ ഇംഗ്ലീഷ് പ്രോഗ്രാമിന് പോകണമെങ്കിൽ അതിന് ചില സ്പെസിഫിക് പ്രോഗ്രാംസ് ഉണ്ട്, അത് ചൂസ് ചെയ്യാം. ജർമ്മൻ പ്രോഗ്രാംസ് ആണെങ്കിൽ ഒത്തിരി പ്രോഗ്രാംസ് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് അതനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഏത് ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ജർമ്മൻ ജോലിയുടെ ആവശ്യത്തിന് നമുക്ക് വേണ്ടി വരും. പഠനത്തിന് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിന്റെ പ്രാവീണ്യം മാത്രം നമ്മൾ തെളിയിച്ചാൽ മതിയായിരിക്കും. പിന്നെ നമുക്ക് വിസ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വിസയുടെ പ്രോസസ്സ് ഓസ്ട്രിയക്ക് ഒരുപക്ഷെ ജർമ്മനിയെ അപേക്ഷിച്ച് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ജർമ്മനിയെക്കാളും നമുക്ക് ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ ഒരു ഡിഫിക്കൽറ്റി ഓസ്ട്രിയയിൽ നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ ആരെങ്കിലും ഹാൻഡ് ഹോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അതിന് ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഇമെയിൽ ID jtkguide@gmail.com എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പ്രോസസ്സ് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് നമ്മൾ ആരംഭിച്ച് അഡ്മിഷൻ പ്രോസസ്സ് തന്നെ കുറെ സമയം എടുക്കും. എന്നിട്ട് നമുക്ക് അതിന്റെ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പ്രോസസ്സുകൾ, വിസ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ആ അഡ്മിഷന് ഇത് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ വിസ പ്രോസസ്സിങ്ങിന്റെ കാര്യങ്ങളിൽ അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യതയോടുകൂടെ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിന് പറ്റുന്ന റൈറ്റ് ആളുകളെ ഞാൻ അവിടെയുള്ളവരെ എന്ന് വെച്ചാൽ ഓസ്ട്രിയ ജർമ്മനി ഏരിയയിലുള്ളവരെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ അഡ്മിഷന്റെ പ്രോസസ്സും വിസയുടെ പ്രോസസ്സും ഒരു ലോങ് പ്രോസസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനൊത്ത ഒരു രീതിയിൽ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വിസ പ്രോസസ്സിന് മുമ്പ് നമുക്ക് നമ്മുടെ അക്കോമഡേഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ജർമ്മനിക്കാണെങ്കിൽ നമുക്ക് വിസയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അക്കോമഡേഷന്റെ നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ നോക്കേണ്ടി വരും. ഇങ്ങനെയുള്ള മൈനർ ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ അതേക്കാൾ ഉപരി ഒരു ലോങ് പ്രോസസ്സാണ്. വിസയ്ക്കായാലും റെസിഡൻസ് പെർമിറ്റിനായാലും ഈവൻ അഡ്മിഷന്റെ പ്രോസസ് ആയാലും ഒരു ലോങ് പ്രോസസ്സാണ്. പക്ഷെ അഡ്വാൻറ്റേജ് 12ാം ക്ലാസ് ഇന്ത്യയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ ഇംഗ്ലീഷിൽ പഠിക്കാനായിട്ട് നമുക്ക് പോകാം, ഇല്ലെങ്കിൽ ജർമ്മനിൽ പഠിക്കാം. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കൂടാതെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റുഡന്റ് ഐഡിയയിൽ അവിടെ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതും വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിനൊന്നും നമുക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിത ചെലവുകൾ മാത്രം നമ്മൾ നോക്കേണ്ടതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ബാച്ചിലർ സ്റ്റഡിക്ക് ഉള്ള ഒരു സുവർണ അവസരമാണ് നമുക്ക് ഓസ്ട്രിയ പ്രസന്റ് ചെയ്യുന്നത്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് കൂടുതൽ പേരുമായിട്ട് ഷെയർ ചെയ്യുക. എന്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും